അഞ്ചു പെട്ടെന്ന് ഇറങ്ങാറായോ? ആ പോയിട്ട് നല്ല തിരക്കുണ്ട്. ഈടെ ആയിട്ട് എപ്പോഴും നേരത്തെ ഇറങ്ങണം കേട്ടോ വിവേകട്ടെ. ഇന്ന് കുറച്ച് നേരത്തെ വരും. അയ്യോ ഞാൻ പറഞ്ഞില്ല ഇന്ന് തിരക്കാണെന്ന്. അല്ല ഒരു സിനിമയ്ക്ക് പോയായിരുന്നു. അഞ്ചു നിനക്ക് സിനിമയ്ക്ക് പോകണമെങ്കിൽ നിനക്കങ്ങ് പൊക്കിയൂടെ? എന്നെ എന്തിനാണ് വെറുതെ ഡിസ്റ്റർബ് ചെയ്യണത്? ഡിസ്റ്റർബ് ചെയ്യുന്നത് നിങ്ങൾ എൻ്റെ കെട്ടിയവനായതുകൊണ്ട്. എടി ഞാൻ പണ്ടേ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഹസ്ബൻഡിന്റെ റെസ്പോൺസിബിലിറ്റി എന്നൊന്നും പറഞ്ഞു തീരെ താല്പര്യമില്ലാത്ത കാര്യം. അത് നിനക്കറിയാമല്ല. ഈ റെസ്പോൺസിബിലിറ്റി എൻ്റെ കാര്യത്തിൽ മാത്രമാണോ പ്രശ്നം, അതോ മറ്റുള്ള കാര്യത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ? അല്ല അതെന്താ നീ ഉദ്ദേശിച്ചേ? അല്ല എൻ്റെ ഫ്രണ്ട് ആശ പറയായിരുന്നേ, ഈ ഭർത്താക്കന്മാർക്ക് സ്നേഹം കുറയുന്നതും പിന്നെ അവർ താല്പര്യം പ്രകടിപ്പിക്കാത്തതൊക്കെ പരസ്ത്രീ ബന്ധമുള്ളപ്പോഴാണ്. അല്ല അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. മീഡിയന്മാര് പണിയല്ലേ അവളോട് ചെയ്തത്. അല്ല അയാളെന്താ ചെയ്തേ? അവർ തമ്മിൽ സ്നേഹത്തിനൊരു കുറവുണ്ടായിരുന്നില്ല. ഒരു ദിവസം അവൾ കിച്ചണിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഓ ഇത് നോക്കിക്കേ അമ്മ. പൊന്നു, അച്ഛന്റെ ഫോൺ എടുക്കരുത്. അമ്മ എത്ര തവണ പറഞ്ഞതാ. ഈ ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ശരിയാക്കും അച്ഛൻ. അമ്മ അതല്ല, അച്ഛൻ എന്ത് രസമായിട്ട് പാടിയേക്കണേന്ന് നോക്കിയേ. പാട്ടോ? അമ്മ ഞാനും കൂടെ നോക്കട്ടെ. ചുമ്മാ ഇരിക്കും വെച്ചേ. അമ്മയ്ക്ക് ഇതാരാണെന്ന് മനസ്സിലായോ? അച്ഛൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യില്ലേ വർഷ ആൻറ്റി. വർഷ ആൻറ്റിയാ. തിരുന്നെടുത്ത് കൊണ്ടുപോയിക്ക്. ഇനി ഇത് തൊട്ടാ ഞാൻ ചട്ടവും പഠിപ്പിച്ച് ചന്തി വെക്കും. കൊണ്ടുപോയിക്ക്, കൊണ്ടുപോയിക്ക്. ആ വരുന്നേട്ടാ. നേരത്തെ ആണല്ലോ. ആ ഇന്ന് കുറച്ച് നേരത്തെ പോകണം. ഓഫീസിൽ കുറേ വർക്ക് ഉണ്ടെന്നേ. അടുത്ത ആഴ്ച ട്രിപ്പിന് പോകണ്ടേ അല്ലേ? ട്രിപ്പിന് ആരൊക്കെയായിരുന്നേ? ഓഫീസിൽ നിന്നുള്ളവര് ആരൊക്കെ? നമ്മുടെ വിക്ടർ, ജോണ്, ഇവരെല്ലാം ഉണ്ടല്ലോ. അതെന്താ നീ പതിവില്ലാതെ ഒരു ചോദ്യം ചോദിച്ചെന്നുള്ളൂ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഞാൻ വേറെ കുടിച്ചോളാം. ഇത് മുത്ത് കുടിച്ചോ. ഓക്കെ. ധന്യ, ഞാൻ ആശ, ഗിരിയുടെ. ആ മനസ്സിലായി. ഞാൻ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ വിളിക്കാമെന്ന് വിചാരിച്ചു. അത് നന്നായി. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിലൊക്കെ പോകാറുണ്ടോ? നാട്ടിലൊക്കെ പോയിട്ട് കുറേ നാളായി. ഗിരിയേട്ടൻ ട്രിപ്പിന് പോയിട്ട് വേണം ഞങ്ങൾക്ക് നാട്ടിലോട്ടൊക്കെ ഒന്ന് പോകാൻ. ഗിരി എവിടെ ട്രിപ്പ് പോകുന്നു? ഗോവയ്ക്ക്. ജോണേട്ടൻ പോകുന്നില്ലേ? ജോൺ പോകുന്നില്ല.
നെക്സ്റ്റ് വീക്ക് എൻ്റെ സിസ്റ്ററിൻ്റെ ഉറപ്പീര. അപ്പോൾ ജോൺ പോകാൻ ചാൻസ് ഒന്നുമില്ല. ആണല്ലേ? സാധാരണ അവരെല്ലാരും കൂടി ഒരുമിച്ചാണല്ലോ ട്രിപ്പ് പോവാറ്, അതുകൊണ്ട് ചോദിച്ചാണ്. ജോൺ ഇപ്പം അങ്ങനെ എവിടെയും പോവാറില്ല. ഇവരെല്ലാരും കൂടെ ട്രിപ്പ് പോയിട്ട് തന്നെ ഏകദേശം 1.5 വർഷം ആവാറായി. ശരി ധന്യ, പിന്നെ വിളിക്കാം. ശരി, ഓക്കെ. പ്രകൃതിദത്തവും ശാസ്ത്രീയവുമായി നിർമ്മിച്ച ഡോക്ടർ ഫുഡ് ന്യൂട്രി നാച്ചുറൽ ബനാന പൗഡർ നമ്മുടെ പൊന്നോമനകൾക്ക് നൽകാം പ്രകൃതിയുടെ രുചിയും സുരക്ഷിതത്വവും. ഡോക്ടർ ഫുഡ് ന്യൂട്രി ബനാന പൗഡർ ഫ്രം ദ ഹൗസ് ഓഫ് ഡോക്ടർ ഫുഡ്. ട്രിപ്പൊക്കെ അടിച്ചു പൊളിച്ചിട്ട് വന്നേക്കല്ലേ? ഇത്തവണത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നു. ജോണൊക്കെ പോയതുപോലെ പൂളിലായിരുന്നേ. അയ്യോണോ? വന്ന വഴിക്ക് അവന് പണിയും കിട്ടി. എന്തുറ്റി? ഒടുക്കത്തെ ജലദോഷം പിടിച്ചു. അയ്യോ, ഗിരിയേട്ടന് ജലദോഷം ഒന്നും വന്നില്ലല്ലോ. അതെങ്ങനെ എനിക്ക് വരും? എനിക്ക് ഒടുക്കത്തെ ഇങ്ങോട്ട് പോറല്ലേ. അത് കൊള്ളാം. ഉടനെ തന്നെ അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്തൊരു പണി, ഇന്ന് ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് അടുത്ത ട്രിപ്പോ? അവർക്ക് അവിടേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ എന്നാ കൊണ്ടുപോകണേ ട്രിപ്പിന്? അത് നമുക്ക് ആലോചിക്കാന്നേ. അതെന്താ ആലോചിക്കാന്ന്? കൂട്ടുകാരുടെ പോകുന്നതിനൊന്നും ആലോചിക്കണ്ടല്ലോ, കൊണ്ടുപോയാ മതി. കൊണ്ടുപോവാന്നേ. ആരാ? വർഷല്ലേ? അതെ. വർഷക്കെന്നെ മനസ്സിലായില്ലേ? എവിടെ കണ്ട പോലെ ഉണ്ട്, പക്ഷെ ആരാന്ന് അങ്ങോട്ട്. എന്താ വർഷം ഇത്? ഇല്ലാത്ത സമയം ഉണ്ടാക്കി തന്നെ കാണാൻ ഓടി പിടിച്ചു വന്നിട്ട് ഇപ്പൊ തന്നെ എന്നെ അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞാ വലിയ കഷ്ടമല്ലേ? എന്റെ കൂടെ കോളേജിൽ പഠിച്ചതാണോ? കമോൺ വർഷ, എന്നെ അറിയില്ലെങ്കിലും എൻ്റെ ഹസ്ബൻഡിനെ മറക്കാൻ വഴിയില്ല. ഞാൻ ഗിരിയുടെ വൈഫാണ് ആശ. ആശ, എന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ലീവിന്. ഇപ്പൊ പോ, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓ, നിനക്ക് ഹസ്ബൻഡ് ഒക്കെ ഉണ്ടോ? അയാൾക്കറിയോ നിന്റെ ഈ ലീലാവിലാസങ്ങളൊക്കെ? ആശ പ്ലീസ്, ഇപ്പൊ പോവാനല്ലേ പറഞ്ഞത്. ആശ പ്ലീസ്. ഞങ്ങൾ സുഹൃത്തുക്കളാ, കോളേജിൽ ഒരുമിച്ചുണ്ടായിരുന്നു അല്ലേടി? ഫ്രണ്ട്സായിട്ടാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. നീ എന്തോ ഞെട്ടിയിരിക്കുന്നേ? അതവളെ എന്നെ കണ്ട് പെട്ടെന്ന് എക്സൈറ്റ്മെന്റിലേ സ്റ്റക്കായി പോയതാ. വാടി. ഞാനിവിടെ ഒരു ഓൺലൈൻ ക്ലോത്തിങ് ആക്സസറീസിന്റെ ഒക്കെ ഒരു ബിസിനസ് നടത്തുക. ഇപ്പൊ ഈ ഇടയായിട്ടാ തുടങ്ങിയത്. ഇവിടെ അടുത്ത കൊല്ലമാണോ താമസം? അല്ല, വർഷം ഇതിനു മുന്നേ പറഞ്ഞ് കേട്ടിട്ടില്ല ആശയുടെ പേര്. അതെയോ? എനിക്കൊരു അരമണിക്കൂർ ദൂരേ ഉള്ളൂ ഇവിടുന്ന്. ഞങ്ങളങ്ങനെ വലിയ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓഫീസിൽ നിന്ന് ട്രിപ്പ് പോയപ്പോഴാണ് അവിചാരിതമായിട്ട് ഞങ്ങൾ കണ്ടത്. അല്ലേ വർഷേ? ഞാൻ ഇവിടെ തിരുനെൽവേലിയിലാണ് വർക്ക് ചെയ്യുന്നത്.
മാസത്തിൽ ഒരാഴ്ച ലീവുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ വരും. ഇവളുടെ കൊച്ചിനെയും കൂടെ ഇരിക്കാമല്ലോ. ഇന്നത്തെ ഇവളെ കൂടെ കൊണ്ടുപോകത്തെ? അവിടെ ചിന്ന വീട് സെറ്റപ്പ് വല്ലതും ഉണ്ടോ? ആശ, അയ്യോ, ഞാൻ തമാശ പറഞ്ഞതാ. പേരെന്താന്ന് പറഞ്ഞേ? ശരത്. ആ, ശരത്തെ. ശരത്ത് ഇവിടെ ഇല്ലെങ്കിലും വർഷം ഇവിടെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ട്രിപ്പൊക്കെ പോയി അടിച്ച് പൊളിച്ച്. ട്രിപ്പോ? എന്താ ട്രിപ്പ്? ഓഫീസ് ട്രിപ്പിന്റെ കാര്യമാണ് പറഞ്ഞേ. അങ്ങനെയാണല്ലോ ഞങ്ങൾ കണ്ടത്. ആ, ശരിക്കും ഒക്കെ ഓഫീസിന് ട്രിപ്പ് വരാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ലേഡി. അതെ അതെ, അതുകൊണ്ട് ആ ട്രിപ്പ് ഒട്ടും എൻജോയ് ചെയ്തതുമില്ല അല്ലേ വർഷേ? അച്ഛയുടെ എണീറ്റായിരുന്നോ? നിങ്ങളൊരു കാഞ്ച് സംസാരിച്ചിരിക്കും, ഞാൻ നമുക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ. ബാ പാ പാ പാ. കഷ്ടം. ആ പിഞ്ചു കുഞ്ഞിനെ, ആ നിഷ്കളങ്കനായ മനുഷ്യനെ പറ്റിക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടി? നിന്നോട് എനിക്കിപ്പോൾ പുച്ഛമാ തോന്നുന്നത്. എനിക്ക് വേണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം തുറന്നു പറഞ്ഞ് എല്ലാം ഇവിടെ അവസാനിപ്പിക്കാം. പക്ഷേ ഞാനത് ചെയ്യില്ല. അങ്ങനെ ചെയ്താൽ ഞാനും നീ തമ്മി എന്താ വ്യത്യാസം? ആശ, പറ്റിപ്പോയി. ഇത്തവണത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഗിരിയായിട്ട് ഞാൻ യാതൊരു കോണ്ടാക്റ്റും വെക്കത്തില്ല. പ്ലീസ്. ഒരു ചാൻസ് ഞാൻ തരും. ഞാനൊരു പെണ്ണല്ലേ, ഭൂമിയോളം ക്ഷമിക്കാൻ എനിക്കും പറ്റും. പക്ഷേ ഒരിക്കൽ കൂടെ നീ എന്നെ ഇവിടെ വരുത്തരുത്. അങ്ങനെ ഒരിക്കൽ കൂടി എന്നെ ഇവിടെ വരുത്തിയ നിന്റെ വേരടക്കം പിഴുതു നശിപ്പിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോവും. അത് ഓർത്തോ നീ? കേട്ടോടി? ആശയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നറിയോ വിവേകേട്ടൻ? നീ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആളെ കൂട്ടി എന്നെ അത്രത്തോളം മാറ്റിച്ചാൽ. അതൊക്കെ അത്ര തന്നെയുള്ളൂ. അതും അതിൻ്റെ അപ്പുറം ചെയ്തന്നെ. പക്ഷെ അതൊന്നും ഒരിക്കലും വിവേകേട്ടനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കില്ല എന്ന് മാത്രം. എന്നുവെച്ചാ മറ്റൊരു പെണ്ണിന് മനസ്സും ശരീരവും ഒക്കെ കൊടുത്തിട്ട് വന്ന ഒരിക്കലും അതിൻ്റെ അർത്ഥം അബദ്ധം പറ്റിയെന്നല്ല വിവേകേട്ട. എന്നെ മനസ്സിൽ നിന്ന് മാച്ചു കളഞ്ഞെന്ന് തന്നെയാണ്. എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് വേറൊരു പെണ്ണിനെ തേടി പോയ ആളെ പിന്നെ എനിക്കെന്തിനാ വിവേകേട്ട? എന്നാൽ പിന്നെ നിങ്ങൾ ഈ പെണ്ണുങ്ങൾ ഭർത്താവിൻ്റെ അവിഹിതം പോക്കുമ്പോൾ ഇത്രയും പൂവിലുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഭർത്താവിനെ തിരിച്ചു വേണമെന്ന് എന്തിനാ പറയുന്നത്? എല്ലാവരും ഒരുപോലെയല്ല. പക്ഷെ അവർക്കൊന്നും അയാളെ ഒഴിവാക്കിയിട്ട് പിന്നെ ജീവിക്കാൻ വേറെ ഗതി ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ അതൊരു തരത്തിലുള്ളൊരു മുതലെടുപ്പല്ലേ? അതെ, മുതലെടുപ്പാണ്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് പിന്നെ അവരെ നോക്കുന്നതിനുള്ള കൂലിയാണ് അത് കൂട്ടിയാൽ മതി. ഹലോ, എന്താണ് അങ്ങനെ എന്നെ തേച്ചിട്ട് വേറെ വല്ല പെണ്ണുങ്ങളുടെ പുറകെ പോലെ വല്ല പ്ലാനുണ്ടോ?
എനിക്കൊരു പ്ലാനും ഇല്ല. ഇവിടെ ഒരു കല്യാണം കഴിച്ചാൽ തന്നെ ഞാൻ കിടന്ന് ബുദ്ധിമുട്ടണം. അപ്പോഴാണ് ഇനി പരസ്ത്രീ ബന്ധം. പിന്നെന്തിനാ വിവേകേട്ടൻ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവോയ്ഡ് ചെയ്യുന്നത്? അത് താൻ എന്നെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയില്ല. അത്രേ ഉള്ളൂ. എന്നാ പിന്നെ വേഗം ജോലിക്ക് പോകാൻ നോക്ക്. ലേറ്റ് ആയില്ലേ? ഇന്നിനി പോണില്ല. എന്താ? ഒരു മൂടില്ല. എന്നാ ഓഫീസിൽ വിളിച്ച് ലീവ് പറ. ഫോൺ റൂമിൽ ഇരിക്കാം. ആണോ? എടുത്തിട്ടാ. അപ്പൊ എല്ലാ ഭർത്താക്കന്മാരും അവിഹിതത്തിന് പോകുന്നവരല്ല അല്ലേ? വെറുതെ കാട് കയറി ചിന്തിച്ച് ഞാൻ എൻ്റെ വിവേകനെ വെറുതെ സംശയിച്ചു. മോശമല്ലേ? പാവം.